എൻ്റെ പേര് ബാബു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശിയാണ്. ഞാൻ 28 വർഷമായിട്ട് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലെ സ്പ്രിംഗ്ലറിൻ്റെ ഫിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സൈറ്റ് കണ്ണൂർ ജില്ലയിൽ തന്നെ തളിപ്പറമ്പിനടുത്ത് അവങ്ങുമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു 3 വർഷം മുന്നേ ചെയ്ത ഒരു സ്ഥലത്താണുള്ളത്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു നല്ലൊരു കർഷകൻ്റെ തോട്ടത്തിലെ ഒരു മാതൃകാ കർഷകൻ എന്ന് വേണം പറയാം. അതുപോലെ തന്നെ മാതൃകാ കൃഷിത്തോട്ടമാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ആ ഈ ഒരു സൈറ്റിൽ 3 വർഷം മുന്നേ ചെയ്ത സ്പ്രിംഗ്ലറും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനെ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ ആ ഒരു കർഷകനോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അബ്ദുള്ളക്ക, നമ്മളെ 3 വർഷം മുന്നേ നിങ്ങളെ സ്പ്രിംഗ്ലർ വർക്ക് നമ്മൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. പറയൂ. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ആദ്യം കൃഷിയോട് ചെയ്തു. ഈ ജലസേചനത്തെ പറ്റിയിട്ട് ഒരുപാട് ഞാൻ തിരക്കിയതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനത്തെ പറ്റിയിട്ട് ഈ ഒരു സബ്സിഡിയും കാര്യങ്ങളെ പറ്റി ആദ്യം അറിയില്ലായിരുന്നു. കൃഷി അപ്പൊ അങ്ങനെ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ സബ്സിഡിയോട് കൂടിയിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു സംവിധാനത്തിൽ എത്തിയത്. അപ്പൊ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കൃഷി ബ്രാൻഡാണ്. ഇപ്പൊ 3 കൊല്ലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, 3 കൊല്ലമായി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മെച്ചമുണ്ട്, ഗുണമുണ്ട്. കാരണം പറഞ്ഞാൽ മറ്റു നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് വെള്ളം നനക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനമാണുള്ളത്. അപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് ഫുൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കാരണം പറഞ്ഞാൽ ഒരുപാട് മെനക്കേണ്ടി വരുന്നു, ഒരുപാട് സമയം വേണം. ഒരു 2, 3, 4, 5 മണിക്കൂറില്ലാണ്ട് നമുക്ക് ഇവിടെ നിറച്ച് വരാൻ കഴിയില്ല. നമ്മളിപ്പോൾ 1 HP മോട്ടറിൽ നമ്മളിപ്പോൾ എത്ര എണ്ണം ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്? 1 HP അല്ല, 1.5 ആണ്. 1.5 ഇപ്പം 4 സ്പ്രിംഗ്ലർ കൊടുക്കുന്നുണ്ട്. സബ്മർസിബിൾ പമ്പ് അല്ലേ? 4 സ്പ്രിംഗ്ലർ 60 അടിയുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. 60 അടിയിൽ 4 എണ്ണം. എത്ര മണിക്കൂർ നിങ്ങൾ കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ 1 മണിക്കൂർ എടുത്താൽ ധാരാളമാണ്. 1 മണിക്കൂർ ധാരാളം. കണ്ടിന്യൂ 1 മണിക്കൂർ കണ്ടിന്യൂആയിട്ട് 1 മണിക്കൂർ കൊടുക്കും. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് മാറ്റും. പിന്നെ അങ്ങനെ ഒരു ദിവസം 3 സെക്ഷനിൽ അടിക്കും. 3 സെക്ഷനിൽ 24 സ്പ്രിംഗ്ലർ 24 കുറ്റിയുണ്ട്. സ്റ്റമ്പ് കൊടുത്തിട്ടുണ്ട്. 24 4 ഓരോ ഷിഫ്റ്റിൽ 4 വെച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം 12 ചെയ്യും. 12 ചെയ്യും. അടുത്ത ദിവസം ബാക്കി 12. അപ്പോൾ ഇടവിട്ട ദിവസങ്ങളിൽ ധാരാളം നല്ല റിസൾട്ടാണ്. എല്ലാം ഭംഗിയായിട്ട് നല്ല സുഖമായി ഇവിടെ നനയാതെ വന്നിട്ടുണ്ട്. നനയാതെ ഏരിയയില്ല. കാരണം ഈ ഒരു കല്ലെല്ലാം കൃത്യമായിട്ട് ഈ പണി ചെയ്തിട്ടുള്ളതും അതുകൊണ്ടാണ്. പണി ചെയ്തതും വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പ്ലാനിങ്ങിൽ തന്നെ നിങ്ങൾ കൃഷി ചെയ്തു. അതുപോലെ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ സ്പ്രിംഗ്ലർ ചെയ്തു. അത് നമ്മൾ കുറച്ചുകൂടി ആ ഒരു പ്ലാനിങ്ങിലായതുകൊണ്ട് സ്പ്രിംഗ്ലർ ചെയ്യാനും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട്. വളമിടാനും എല്ലാത്തിനും സൗകര്യമാണ്. ഇതിപ്പോൾ ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഞാൻ ചെയ്തിട്ട് ഇപ്പം ഇത് 3 വർഷം 4ാമത്തെ വർഷമാണിത്. അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്നത് വെച്ചാൽ വെള്ളത്തിൻ്റെ ജലസേചനത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം മനസ്സിലായത്. കാരണം ഇത് എല്ലാവർക്കും അറിയില്ല. ഇത് ഞാനും വളരെ അന്വേഷിച്ചിട്ട് അപ്പോൾ കൃഷിഭവനുമായിട്ട് മറ്റും അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെ പറ്റിയിട്ട് എനിക്ക് സബ്സിഡിയെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് മിക്കവാറും ആർക്കും അറിയില്ല. കാരണം ഇതൊന്നും ചെയ്യണമെന്നില്ല. കാരണം 45% മുതൽ 50% വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി ബ്രാൻഡിലേക്കാണ് എത്തിയത്. അവരാണ് എല്ലാ കാര്യങ്ങളും ആദ്യം എസ്റ്റിമേറ്റും കാര്യങ്ങളും പിന്നെ സാധനം സപ്ലൈ ചെയ്യുന്ന എല്ലാം ചെയ്തത് അവരാണ്. അതിന് പ്രത്യേക ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ വളരെ താല്പര്യത്തോടുകൂടിയിട്ട് ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇത്രയും കൊല്ലമായിട്ട് പിന്നെ കൃഷിക്കും എല്ലാം വളരെ ഡെവലപ്പാണ് ഇതുകൊണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും അത് അത്ര ക്ലിയറായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സബ്സിഡിയെ പറ്റിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും ഈ ഒരു സബ്സിഡി വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം നമുക്ക് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളൊന്നുമില്ല. 50% ഈ പിന്നെ വർക്കിന് സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട്.